വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിന്റെ 104-ാം വാർഷികവും ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ സ്കൂളിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും എംഎൽഎ പി അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. ഇ.കെ. ഫൈസൽ, ഷബാന ഫൈസൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. 3 വർഷം മുൻപുള്ള ഒരു സന്ദർശനത്തിന് പിന്നാലെ കടലുണ്ടി നഗരം ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിന് ഓർക്കാപ്പുറത്ത് വാരിക്കോരി ലഭിച്ചത് മികച്ച ഭൗതിക സൗകര്യങ്ങളാണ്. ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ മേധാവികളായ ഫൈസൽ കോട്ടിക്കോളനും ഭാര്യ ഷബാനയുമാണ് അന്ന് സ്കൂൾ സന്ദർശിച്ചത്. തീരവാസികളുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. പരിമിത സൗകര്യങ്ങളുമായി വീർപ്പുമുട്ടുകയായിരുന്നു സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് ഉറപ്പു നൽകിയാണ് അന്ന് ഫൈസലും ഷബാനയും മടങ്ങിയത്. കോഴിക്കോട് നടക്കാവ് സ്കൂളിൽ നടപ്പാക്കിയ പ്രിസം പദ്ധതി മാതൃകയിലാണ് ഇവിടെയും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വിശാലമായ കളിസ്ഥലം, ഔട്ട്ഡോർ പഠനയിടം, ആർട്ട് റൂം, ലൈബ്രറി, ആധുനിക അടുക്കള, ഡൈനിങ് സ്പേസ്, പാർക്ക്, ഓപ്പൺ എയർ തിയേറ്റർ, കവാടം, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ സജ്ജീകരിച്ചു. സ്കൂൾ സമർപ്പണം പി അബ്ദുൽ ഹമീദ് എംഎൽഎ നിർവഹിച്ചു. ഇംഗ്ലീഷ് മീഡിയം പ്രീ പ്രൈമറി വിഭാഗം ആരംഭിക്കാൻ നടപടികളെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ സഹോദരിമാരും എൻ്റെ സുഹൃത്തുക്കളുമായ ഫിഷർമാൻസ് ഒരുപാട് ഇവിടെയുണ്ട്. തീരദേശവാസികളുണ്ട്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കടലിനോട് മല്ലടിച്ചിട്ടൊരു ജീവിതമാണ്. അവരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം അതൊന്ന് ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഫൈസൽക്കാർ ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് അവിടെ നിന്ന് പോകാം, അതൊന്ന് കാണാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഫൈസൽക്കാരെ ഷബാന ഫൗണ്ടേഷന്റെ പേരിൽ ഇവിടെ കൊണ്ടുവരുന്നത്, കാണുന്നത്. അവർ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ, കെ ഇ ഫൈസൽ, ഷബാന, നിമി തെരേസ, പി റീന, എം സി പുഷ്പ, സത്താർ ആനങ്ങാടി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വിഖ്യാത സൂഫി സംഗീത ട്രൂപ്പായ